അപ്പോൾ അതിനകത്ത് നമ്മൾ കറസ്പോണ്ടിങ് അരിത്തമാറ്റിക് സെക്ഷനും ലോജിക്കൽ സെക്ഷനും എങ്ങനെയാണെന്ന് പറയുന്നു. ഇനി അത് രണ്ടും കൂടി അരിത്തമാറ്റിക് പ്രത്യേകം പറഞ്ഞു, ലോജിക്കൽ പ്രത്യേകം പറഞ്ഞു. ഇനി ഞാനത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് ഇത് അരിത്തമാറ്റിക് സെക്ഷന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക്, ഓക്കെ, ഇത് ലോജിക്കൽ സെക്ഷന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക്, ഓക്കെ. ദെൻ നമ്മൾ കറസ്പോണ്ടിങ് അരിത്തമാറ്റിക് സെക്ഷനായി ലോജിക്കൽ സെക്ഷനായി. അരിത്തമാറ്റിക് സെക്ഷനകത്ത് അഡീഷണലായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ദിസ് വൺ ഇസ് സി ഇൻ അരിത്തമാറ്റിക് സെക്ഷനകത്ത് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് സി ഔട്ടും അരിത്തമാറ്റിക് സെക്ഷനകത്ത് മാത്രമേ വരത്തുള്ളൂ. ഇനി S2 എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. ഈ S2 എന്ന് പറയുന്ന ലൈൻ നമ്മൾ രണ്ടിലും കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, S2 എന്ന് പറയുന്നത് രണ്ടിലും കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ S2 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ അരിത്തമാറ്റിക് സെക്ഷൻ വേണോ ലോജിക്കൽ സെക്ഷൻ വേണോ എന്നുള്ളത് തീരുമാനിക്കും. അത് തീരുമാനിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മൾട്ടിപ്ലക്സർ ഡിസൈൻ ചെയ്തു. മക്സ് 2:1 മക്സ് എന്ന് പറയുന്നതാണ് ഞാൻ കൊടുക്കുന്നത്. 2:1 മക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ഉം 1ഉം എന്ന് പറയുന്ന വാല്യൂ ആണ്. ദാറ്റ്സ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Fi. ഓക്കെ, അപ്പോൾ ഇതിൽ 0 ആണെങ്കിൽ എനിക്ക് സംഭവിക്കേണ്ടുന്നത് അരിത്തമെറ്റിക്കും, 1 ആണെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യേണ്ടുന്നത് ലോജിക്കലുമാണ്. ഓക്കെ, അത് കൂടാണ്ട് എനിക്ക് രണ്ട് S0 S1 എന്ന് പറയുന്ന രണ്ട് സെലക്ഷൻ ലൈൻസ് ഉണ്ട്. ഈ സെലക്ഷൻ ലൈൻസാണ് എൻ്റെ ഫങ്ഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് ഞാൻ ഇതിനും കൊടുക്കുന്നുണ്ട്. ആ സെയിം സെലക്ഷൻ ലൈൻ തന്നെ ഞാൻ ഏതിലേക്കും കൊടുക്കുന്നുണ്ട്, ലോജിക്കൽ സെക്ഷനും കൊടുക്കുന്നുണ്ട്. സെയിം അല്ല, ഞാൻ സിനും S0 S1 കൂടെ ചേർത്താണ് അരിത്തമാറ്റിക് സെക്ഷൻ 8 ഫങ്ഷൻസ് ചെയ്യുന്നത്. S0 S1 എന്ന് പറയുന്നത് രണ്ടെണ്ണം മാത്രം ചേർന്നാണ് ലോജിക്കലിൻ്റെ 4 ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുന്നത്. ദെൻ അതോടൊപ്പം എനിക്ക് ഇൻപുട്ടുകളുണ്ട്. ഫസ്റ്റ് എൻ്റെ AI എന്ന് പറയുന്ന ഇൻപുട്ട്, ദെൻ നെക്സ്റ്റ് BI. അപ്പോൾ AI എന്ന് പറയുന്ന ഇൻപുട്ടും ഉണ്ട്, BI എന്ന് പറയുന്ന ഇൻപുട്ടും ഉണ്ട്. ആ രണ്ട് ഇൻപുട്ടും തന്നെയാണ് ഞാൻ എവിടേക്കും കൊടുക്കുന്നത്. രണ്ടും സെപ്പറേറ്റ് ലൈനാണ്, ഒരു ലൈൻ അല്ല കേട്ടോ. AI B എന്ന് പറയുന്ന രണ്ട് സെപ്പറേറ്റ് ലൈൻസ്. അപ്പോൾ അത് രണ്ട് ഇൻപുട്ട്സ് ഞാൻ കൊടുക്കും. ഇത് എൻ്റെ ഒരു ith സെക്ഷൻ, അതായത് ഏതോ ഒരു ഇതിലുള്ള ഒരു സെക്ഷൻ മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് 1 ബിറ്റ് പറയുന്നുള്ളെങ്കിൽ ഈ ഒരു സർക്യൂട്ട് മാത്രമേ വരത്തുള്ളൂ. അതേസമയം 2 ബിറ്റ് ആണെങ്കിൽ ഇതിൻ്റെ രണ്ട് സർക്യൂട്ട്, ഇതേപോലത്തെ രണ്ട് സർക്യൂട്ട്സ് എനിക്ക് വരും. ഇനി 4 ബിറ്റിൻ്റെതാണെങ്കിൽ എനിക്ക് ഇതേപോലത്തെ 4 സർക്യൂട്ട്സുകൾ വരും. 8 ബിറ്റിൻ്റെ ആണെങ്കിൽ എനിക്ക് ഈ സെയിം സർക്യൂട്ട് തന്നെ 8 എണ്ണം ഇങ്ങനെ ഞാൻ പാരലലായിട്ട് വെച്ചാൽ മാത്രമേ എനിക്ക് 8 ഔട്ട്പുട്ടുകൾ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേജിൻ്റെതാണ് ഈ വരച്ചേക്കുന്നത്. ഒരു സ്റ്റേജിലുള്ള അരിത്തമാറ്റിക് ലോജിക്കൽ സർക്യൂട്ടാണ്. മൾട്ടിപ്ലക്സർ എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടാണ് ഞാനത് സെലക്ട് ചെയ്യുന്നത്. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. 0 ആണെങ്കിൽ അരിത്തമാറ്റിക് സെക്ഷന്, 1 ആണെങ്കിൽ ലോജിക്കൽ സെക്ഷനായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് അതനുസരിച്ചുള്ള ഔട്ട്പുട്ടായിരിക്കും FIയിൽ ഞാൻ കൊടുക്കത്തക്ക രീതിയിൽ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലേതൊക്കെയാണ് വേണം എന്നുള്ളത് എൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് അനുസരിച്ച് ഞാൻ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അരിത്തമാറ്റിക് സെക്ഷൻ്റെത് വരണമോ ലോജിക്കൽ സെക്ഷൻ വരണമോ എന്നുള്ളത് S2 എന്ന് പറയുന്ന സെലക്ഷൻ ലൈനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേജിലതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് A എന്ന് പറയുന്നത്, B എന്ന് പറയുന്നത്, S0 S1 S2 ഇത്രയും ലൈൻസുകളുണ്ട്. C in C ഔട്ട് ഉണ്ട്, ഒരു മൾട്ടിപ്ലക്സർ ഉണ്ട്, ഒരു അരിത്തമാറ്റിക് ബ്ലോക്ക് ഉണ്ട്, ഒരു ലോജിക്കൽ ബ്ലോക്ക് ഉണ്ട്. ഇത്രയും ചേരുന്നതാണ് ഒരു സ്റ്റേജ്. ഇതിനകത്ത് നമ്മൾ എത്ര ബിറ്റ്സ് ആണ് അറ്റ് എ ടൈം നമ്മൾ കൊടുക്കുന്നത് അത്രയും സ്റ്റേജസ് കണ്ടിന്യൂസ് ആയിട്ട് വയ്ക്കുക. അപ്പോൾ ഇതൊരു സ്റ്റേജാണ്. ഞാൻ ആദ്യം വരച്ച ഫിഗറിനകത്ത് ഞാൻ ആഡറിനകത്ത് അല്ലെങ്കിൽ ALUവിൽ കൊടുക്കുന്നത് 4 ബിറ്റാണ്. അതായത് A 4 എണ്ണം ഉണ്ട്, അതുപോലെ B എന്ന് പറയുന്നതും എന്തുണ്ട്, 4 എണ്ണം ഉണ്ട്. സോ അറ്റ് എ ടൈം 4 ബിറ്റ് പ്രോസസ്സ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു 4 എണ്ണം ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ എനിക്ക് ഒരു ഡിസൈൻ ആവുന്നുള്ളൂ.
അപ്പോൾ ഇത് ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൻ്റെതാണ്, ith സ്റ്റേജ്. ദാറ്റ് മേ ബി സിംഗിൾ ബിറ്റാണ്, ഒരു സിംഗിൾ ബിറ്റിൻ്റെതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ AB എന്ന് പറയുന്ന സിംഗിൾ ബിറ്റ് 1 ആണ്. A1 B0 ആണെങ്കിലുള്ളതാണ് ഈ സർക്യൂട്ട്. അതേസമയം നമ്മൾ 1 1 0 0 1 0 1 0 ഇതാണ് എൻ്റെ എയും ബിയും എങ്കിൽ എക്ക് 4 ബിറ്റുണ്ട്, ബിക്ക് 4 ബിറ്റുണ്ട്. അപ്പോൾ ഇതിൻ്റെ 4 സർക്യൂട്ട്സ് ഞാൻ ഡിസൈൻ ചെയ്യും. 4 എണ്ണം താഴോട്ട് വരയ്ക്കണം, 3 എണ്ണം കൂടെ വരയ്ക്കണം. അപ്പോൾ 4 സർക്യൂട്ട്സായി. അതേസമയം ഞാൻ 8 ബിറ്റിൻ്റെ എയും 8 ബിറ്റിൻ്റെ ബിയും ആണെങ്കിൽ ഇത് ഒരെണ്ണമാണ്, ഒരു സ്റ്റേജാണ്. ഇതിൻ്റെ ഒരു 8 എണ്ണം താഴേക്ക് വരച്ച് സീരീസ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ALU എന്ന് പറയുന്നത്. ദെൻ ഞാൻ സർക്യൂട്ട് കറസ്പോണ്ടിങ് എൻ്റെ ഡിസൈൻ അനുസരിച്ച് മാറുന്നുണ്ടാവും. അരിത്തമാറ്റിക് ലോജിക് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ഓപ്പറേഷൻസും കൂടി കൺസിഡർ ചെയ്ത് വരുന്നതാണ്. അരിത്തമാറ്റിക് സെക്ഷൻ പറഞ്ഞാൽ ലോജിക്കൽ സെക്ഷൻ, അതാണ് ഇപ്പോൾ വരച്ചത്. ഓക്കെ, അതിനെ സർക്യൂട്ടൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതിപ്പോൾ 2 ബിറ്റിൻ്റെതാണ് ഈ കാണിച്ചേക്കുന്നത്. A1 A2 B1 B2 2 ബിറ്റ് വീതമുള്ള എയുടെയും ബിയുടെയും കണക്ഷനാണ് ഈ വരച്ചേക്കുന്നത്. കാരണം 4 ബിറ്റിൻ്റെത് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് എയുടെയും ബിയുടെയും 2 ബിറ്റിൻ്റെത് വരച്ചേക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ CN എൻ്റെ ഫുൾ ആർഡറിൽ കണക്ട് ചെയ്ത് എല്ലാം എൻ്റെ ഫുൾ ആർഡർ വഴിയാണ് കിട്ടുന്നത്. ലോജിക്കൽ സെക്ഷൻ ആയാലും അരിത്തമെറ്റിക് സെക്ഷൻ ആയാലും എൻ്റെ ഫുൾ ആർഡർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻപുട്ട് ക്യാരി ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് എപ്പോൾ മാത്രമാണ് എനിക്ക് അരിത്തമെറ്റിക് സെക്ഷൻ വരുമ്പോൾ. അരിത്തമെറ്റിക് സെക്ഷൻ ഞാൻ 0 കൊടുക്കുമ്പോഴാണ് അരിത്തമെറ്റിക് സെക്ഷൻ വരുന്നത്. അപ്പോൾ 0 ഇവിടെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ അരിത്തമെറ്റിക് സെക്ഷനിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അരിത്തമെറ്റിക് ഫംഗ്ഷൻ, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, ട്രാൻസ്ഫർ അതുപോലെയുള്ള ഓപ്പറേഷൻസാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇതിവിടെ 1 വന്നു. ദെൻ C ഞാൻ കൊടുക്കുന്നത്, ഇൻപുട്ട് ക്യാരി കൊടുക്കുന്നത് എന്താണോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഇവിടെ 0യോ 1ഓ വരുന്നത്. ഓക്കെ, അപ്പോൾ അഡീഷൻ ആണെങ്കിൽ ചിലപ്പോൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അഡീഷൻ ഓപ്പറേഷൻ. ഞാൻ C0 വരുന്ന കുറച്ച് ലേബൽസ് പറഞ്ഞു, അതായത് 1 2 3 4 എണ്ണം C വരുന്ന 4 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ് നമുക്കുള്ളത്. അതിലേതെങ്കിലും ആയിരിക്കും വർക്ക് ചെയ്യുക. അല്ല, ഞാൻ C ആദ്യത്തേത് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ചൊരു 4 ഓപ്പറേഷൻസ് ഉണ്ട്, അതാണ് വർക്ക് ചെയ്യുക. ഇനി S1 S0 എന്ന് പറയുന്നത് എനിക്ക് ഏതൊക്കെ രീതിയിൽ ലോജിക്കൽ സെക്ഷനിൽ വർക്ക് ചെയ്യണം, അരിത്തമെറ്റിക് സെക്ഷനിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ആ സെയിം വെച്ചിട്ട് തന്നെ എനിക്ക് ലോജിക്കൽ ആൻഡ് അരിത്തമെറ്റിക് സെക്ഷൻ വർക്ക് ചെയ്യാൻ പറ്റും. ഞാനത് ഇവിടെ 0 0 വരുമ്പോൾ ഓർ ഓപ്പറേഷനാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ അരിത്തമെറ്റിക് സെക്ഷനകത്ത് 0 0 പറയുമ്പോൾ ഞാൻ എന്ത് ഓപ്പറേഷനാണ് പറഞ്ഞേക്കുന്നത്, ട്രാൻസ്ഫർ ഓപ്പറേഷനാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ടും ഞാൻ എനിക്ക് കിട്ടുമെന്ന് നോക്കണം. കാരണം ഞാൻ C 0 ആക്കി കഴിഞ്ഞാൽ എനിക്ക് ട്രാൻസ്ഫർ ഓപ്പറേഷൻ ചെയ്യണം, C 1 ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതേസമയം ഞാൻ C കണക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ S2 എന്ന് പറയുന്നത് ലോജിക്കൽ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഏത് വർക്ക് ചെയ്യാൻ പാടുള്ളൂ, ലോജിക്കൽ സെക്ഷൻ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, S2 1 ആകുമ്പോൾ മാത്രമേ ഈ കണ്ടീഷൻ അനുസരിച്ച് ഓർ വരത്തുള്ളൂ. S2 0 ആണെങ്കിൽ ഈ കണ്ടീഷൻ അനുസരിച്ചുള്ള കാര്യമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിക്കാണ് ഞാൻ സർക്യൂട്ട് നമ്മൾ ഓരോ സെക്ഷനും ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ സർക്യൂട്ടിൻ്റെ കോംപ്ലക്സിറ്റി കൂടും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് ഒരു ചെറുതിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ, വയേഴ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ S2 S1 എന്ന് പറയും. ഇപ്പം ഞാനിവിടെ 0 സെലക്ട് ചെയ്താൽ എൻ്റെ അരിത്തമെറ്റിക് സെക്ഷൻ, അതായത് അഡീഷൻ സബ്ട്രാക്ഷനാണ് നടക്കുന്നത്. ദെൻ ഇത് 0 0 ആണെങ്കിൽ 2 കണ്ടീഷൻ പറഞ്ഞു. 0 0 ആണെങ്കിൽ C 0 ആണെങ്കിൽ എനിക്ക് ട്രാൻസ്ഫറും, C 1 ആണെങ്കിൽ എനിക്ക് കറസ്പോണ്ടിങ് ഇൻക്രിമെൻ്റ് ഓപ്പറേഷനുമാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ 0 0 കണക്ഷൻ കൊടുത്തു. ഇത് എവിടുന്ന് 0 വരുന്നുണ്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. S2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോഴേ നമുക്കറിയാം ഈ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ അടുത്തത് നമ്മുടെ ആ കണക്ഷനിൽ തന്നെ S0 എന്ന് പറയുന്നത് this one is 1,
ദെൻ ഇത് 1 ആകും. ഒരു 0 വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ എന്തായിരിക്കും? ദെൻ S2 കണക്ട് ചെയ്യുന്നുണ്ട്. സോ S2ൽ നിന്ന് ഈ വാല്യൂ 0. ഈ വാല്യൂ 0 ആണെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും പിന്നെ നോക്കേണ്ട കാര്യമില്ല, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന രണ്ടും എന്തായി? ഞാൻ എന്താണോ എയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വാല്യൂ മാത്രമേ ഏതിലേക്ക് വരുള്ളൂ? x1ലേക്ക് വരുള്ളൂ. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ഔട്ട്പുട്ടാണ് ഈ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ A1 കൊടുക്കുന്നത് എന്താണോ അത് തന്നെയായിരിക്കും എക്സിലേക്ക് വരുന്നത്. എൻ്റെ അരിത്തമെറ്റിക് സെക്ഷനിൽ A1ന് ചേഞ്ച് ഒന്നുമില്ല. B എന്ന് പറയുന്നത് A എന്ന് പറയുന്നതിന് ചേഞ്ച് ഇല്ല, B എന്ന് പറയുന്നതിനാണ് അരിത്തമെറ്റിക്കിനകത്ത് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? A1 എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് x1നകത്ത് വരും. ദെൻ A2വും അത് തന്നെയായിരിക്കും, ഇവിടെ A2 തന്നെയായിരിക്കും വരുന്നത്. ഇനി ഈ കേസ് മാത്രമേ ഉള്ളൂ, ഇവിടെ 1 ആണോ 0 ആണോ കോംപ്ലിമെൻ്റ് ആണോ ദെൻ കറസ്പോണ്ടിങ് B1 തന്നെയാണോ വരുന്നത് എന്നുള്ളതാണ് ഇനി വരുന്നത്. അപ്പോൾ ഞാനിവിടെ 1 0 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ B1ൻ്റെ വാല്യൂ 0. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ഈ ഗേറ്റ് 0 ആയിരിക്കും. ദെൻ കറസ്പോണ്ടിങ് ഈ കണ്ടീഷൻസ് ഇതെന്ന് പറയുന്നത് 0 കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വരുന്നതാണ്. ദോസ് ഈസ് ഓൾസോ 0. ഇപ്പോൾ 0 + 0 എന്ന് പറയുന്നതാണ് വരിക. അപ്പോൾ ദാറ്റ് ഈസ് B എന്ന് പറയുന്നത് 0 ആണ്. B 0 ആണെങ്കിൽ അവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. 0 0 കണ്ടീഷനിൽ 0 എന്ന് പറയുന്നതാണ് നമ്മുടെ B 0 ആണെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങൾ വരും. ഒന്നുകിൽ ട്രാൻസ്ഫർ വരും, അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് വരും. അപ്പോൾ ട്രാൻസ്ഫർ ആണോ ഇൻക്രിമെൻ്റ് ആണോ എന്നുള്ളത് y എന്ന് പറയുന്നത് 0 ആയി. ദിസ് വൺ ഈസ് A1. ദെൻ ഇത് 0 ആണെങ്കിൽ A അതേപോലെ ഇവിടേക്ക് വരും. ഇത് 1 ആണെങ്കിൽ A+1 ആയിരിക്കും, A1 + 1 ആയിരിക്കും F1ലേക്ക് വരും. ആ സെയിം തന്നെ ഇവിടെയും 0 തന്നെയായിരിക്കും. B2ൽ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് 0 ആണെങ്കിൽ അതനുസരിച്ച്, അല്ലെങ്കിൽ കറസ്പോണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഓപ്പറേഷൻസ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു എന്തെന്ന് പറയുന്നത് 2 ബിറ്റിൻ്റെ ഒരു ALU ആണ് വരച്ചേക്കുന്നത്. 4 ബിറ്റ് വരയ്ക്കുമ്പോൾ ഈ 2 ബിറ്റ് വരച്ചതുപോലെ ഒരു 2 ബിറ്റും കൂടെ വരും. ഈ സെക്ഷൻ ഇത്രയും സെക്ഷൻ എന്താണ് 4 പ്രാവശ്യം വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറസ്പോണ്ടിങ് 4 ബിറ്റ് ALU ആവത്തുള്ളൂ. അത് 4ഉം കൂടി ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് 2 ബിറ്റിൽ ഞാൻ ചെയ്തേക്കുന്നത്. അവിടെ നടക്കുന്ന എക്സൈയുടെയും വൈയുടെയും ആക്ഷൻസാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. then ഇതാണ് അവിടുത്തെ ഇത് നേരത്തെ നമ്മുടെ ലോജിക്കൽ സെക്ഷൻസിന് അരിത്തമെറ്റിക് സെക്ഷൻസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0 S2 0 ആവുന്ന കണ്ടീഷനിൽ അരിത്തമെറ്റിക് സെക്ഷനാണ്. അപ്പോൾ ഇതെല്ലാം അരിത്തമെറ്റിക് ഫംഗ്ഷനാണ്. S2 1 ആവുന്ന സമയത്ത് ലോജിക്കൽ സെക്ഷൻ, അതായത് 4 ലോജിക്കൽ സെക്ഷനെ പറയുന്നുള്ളൂ. കാരണം CIN എന്ന് പറയുന്നത് ഡോണ്ട് കെയർ നോട്ട് യൂസ്ഡ് എന്നാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ലോജിക്കൽ സെക്ഷനുകളിൽ ഒന്നിലും എന്തില്ല, ഇൻപുട്ട് ക്യാരി ഇല്ല. സോ ഇൻപുട്ട് ക്യാരി എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അതിനെ ബോദർ ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഈ CIN എന്ന് പറയുന്നത് ഇവിടെ എങ്ങും യൂസ് ചെയ്യത്തില്ല. ഇവിടെ മൊത്തം Aയും Bയും മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. മേ ബി AI BI എന്ന് പറയുന്നത് മാത്രമേ ഇത്രയും ഭാഗങ്ങളിൽ യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് CINൻ്റെ വാല്യൂ ഡോണ്ട് കെയർ ഇട്ടേക്കുന്നത് ഈ കണ്ടീഷൻ നമുക്ക് വേണ്ട. കാരണം CINൻ്റെ 0ഉം 1ഉം വാല്യൂ നമ്മൾ ലോജിക്കൽ സെക്ഷൻ എടുക്കുമ്പോൾ വേണ്ട. അതുകൊണ്ടാണ് അവിടെ ഡോണ്ട് കെയർസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ലോജിക്കൽ ഷിഫ്റ്റർ നമ്മൾ സീരിയൽ ഷിഫ്റ്റ് രജിസ്റ്റർ ഡിജിറ്റലിനകത്ത് പഠിച്ചിരുന്നു. സീരിയൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് 4 സെക്ഷൻസ് ആയിട്ട് പഠിച്ചു. സീരിയൽ ഇൻ സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട്, പാരലൽ ഇൻ പാരലൽ ഔട്ട്, 4 സെക്ഷൻസ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. പൊസിഷൻസ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമാണ് ഷിഫ്റ്റ്. ഇത് കൂടാണ്ട് നമുക്ക് ഷിഫ്റ്റ് ഉണ്ട്. അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഷിഫ്റ്റിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു. ഇതിപ്പോൾ A1, ഇത് A2, ഇത് A3, ദിസ് A4. ഓക്കെ, 4 ബിറ്റിൻ്റെ ഒരു A രജിസ്റ്ററാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ Aയുടെ വാല്യൂ ആണ് ഞാൻ പറയുന്നത്. ഇതിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങോട്ടേക്ക് this one to this and this one to this. ഇത്
പുറത്തേക്ക് പോകുന്നത് നമ്മൾ സേവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് യൂസ്ഡ് എന്നാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ 0 വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും ഇല്ലെങ്കിൽ 0 വെച്ച് റീപ്ലേസ് ചെയ്യും. ഈ സെയിം തന്നെ നമുക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ലാസ്റ്റ് ബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ദിസ് വൺ ഇങ്ങോട്ട് അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടേക്ക് എന്ത് വരും 0 കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇത് 2 തരത്തിലുള്ള ഷിഫ്റ്റ്. ദെൻ വേറൊരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് ഞാനിവിടെ കൊടുത്തു, ഇത് ഞാനിവിടെ കൊടുത്തു, ഇത് ഇങ്ങോട്ടേക്ക് കൊടുത്തു, ഇത് ഞാൻ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർക്കുലർ ഫോമിലായി. ഇപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് വിത്ത് സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ് ആണ് നടക്കുന്നത്. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ലാസ്റ്റ് വൺ എടുത്ത് MSBയിൽ കൊണ്ടുപോകും. അത് തന്നെ എനിക്ക് എന്തായിട്ടും ചെയ്യാം, സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ദെൻ ഇതിൻ്റെ കറസ്പോണ്ടിങ് എടുത്ത് ഇവിടെ പ്ലേസ്. ദാറ്റ് ഈസ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ്. ഓക്കെ, ലാസ്റ്റ് എടുത്ത് ഫസ്റ്റിൽ കൊണ്ട് വെക്കുമ്പോൾ സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് പല രീതിയിൽ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഇനി ഇതല്ലാതെ ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ക്യാരി ബിറ്റ് ഉണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് ക്യാരി കിട്ടും. അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ദിസ് വൺ ഇസ് ദിസ് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ 0 ഉണ്ടായിരുന്നു, ഇവിടെ 1 ആയിരുന്നെങ്കിൽ അതിനെ ഷിഫ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് 1 ആക്കും. ഇതിനെയാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് വിത്ത് ക്യാരി എന്ന് പറയുന്നത്. ഇതുപോലെ എന്തും ചെയ്യാൻ പറ്റും, റൈറ്റ് ഷിഫ്റ്റ് വിത്ത് ക്യാരിയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റിനകത്ത് മെയിനായിട്ട് കിടക്കുന്നത് മേ ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഡയറക്റ്റ്ലി വിത്തൗട്ട് എ ഷിഫ്റ്റ് നടക്കാതെ തന്നെ നമുക്ക്, അതായത് നമ്മൾ A+0 ട്രാൻസ്ഫർ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമുക്ക് ഷിഫ്റ്റ് ഇല്ലാതെ എനിക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ALU ചിലപ്പോൾ ഒരു ഷിഫ്റ്റും ഇല്ലാതെ തന്നെ ഔട്ട്പുട്ടിലേക്ക് ഡേറ്റാസ് പ്ലേസ് ചെയ്യുന്നു, ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഷിഫ്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡ്. ഇത് നമ്മൾ ഡിജിറ്റലിൽ പഠിച്ചതാണ്, ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡ്. ദ ഇൻഫർമേഷൻ ഫ്രം ALU ക്യാൻ ബി ട്രാൻസ്ഫർ ടു രജിസ്റ്റർ ഇൻ പാരലൽ ആൻഡ് ദെൻ ഷിഫ്റ്റഡ് ടു ദ റൈറ്റ്. ഓക്കെ, ദിസ് കോൺഫിഗറേഷൻ ഇസ് എ ക്ലോക്ക് പൾസ് നീഡഡ് ഫോർ. ക്ലോക്ക് പൾസ് നമ്മൾ ഡിജിറ്റലിൽ പറയുന്നത് നമ്മൾ ഓരോ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് ക്ലോക്ക് പൾസസിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴായിരിക്കും ഒരെണ്ണത്തിൽ നിന്ന് അടുത്തതിലേക്ക് ഡേറ്റ പാസ് ചെയ്ത് പോകുന്നത്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്തുള്ള സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഡിജിറ്റലിൽ പഠിച്ചതുപോലെ ഫ്ലിപ്പ് ഫ്ലോപ്സ് തന്നെയാണ്. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഡേറ്റ വാല്യൂസ് പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഷിഫ്റ്റിങ്ങിൻ്റെ ഓപ്പറേഷൻസ് ആണ്.